ഇന്ന് മുതൽ ഒരു ലേഖനം എടുക്കാം എന്ന് ചിന്തിച്ചു. കുറച്ച് നാളുകളായി നാം അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു ക്യാരക്ടർ സ്റ്റഡി ആയിരുന്നല്ലോ. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ നിയമത്തിൽ നിന്നൊരു പുസ്തകം കൊലോസ് ലേഖനം നമുക്ക് ഒരുമിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് കൊലോസ് ലേഖനം. അപ്പോസ്തലനായ പൗലോസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ പൗലോസിൽ കൂടെ ആരംഭിച്ച ഒരു സഭയല്ല കൊലോസ്യ സഭ. പൗലോസിൻ്റെ ശുശ്രൂഷയാൽ ഒരുപക്ഷേ ഉണ്ടായ ചില ശിഷ്യന്മാർ നാം ആ ഭാഗത്തേക്ക് വരും. അവർ പോയി ശുശ്രൂഷിച്ചതിനാൽ ഉണ്ടായ ഒരു സഭയാണ് കൊലോസ്യ സഭ. ഈ സഭയ്ക്ക് ചില ആത്മീകമായുള്ള പാഠങ്ങൾ ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ ഈ ലേഖനം എഴുതിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിനോട് ചേർത്ത് മറ്റ് ചില കാര്യങ്ങളെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രവണത ദൈവസഭയിൽ വന്നപ്പോൾ, വിശേഷിച്ച് നോസ്റ്റിസിസം, ജ്ഞാനവാദം ആ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ, അതിന് എതിരായി ദൈവജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ യേശുക്രിസ്തുവിലുള്ള പരിപൂർണത, ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കുന്നു എന്നുള്ള പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഉപദേശം, ഓൾ സഫിഷ്യൻറ്റ് ക്രൈസ്റ്റ്. എഫേസ്യ ലേഖനം നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള നമുക്കുള്ള ധന്യത, അല്ലെങ്കിൽ ദ റിച്ച്നെസ് ഇൻ ക്രൈസ്റ്റ്, ദ വെൽത്ത് ഇൻ ക്രൈസ്റ്റ്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലുള്ള സർവ്വസമ്പൂർണതയും നമുക്കിവിടെ കാണുവാനായിട്ട് പ്രത്യേകമായിട്ട് കഴിയും. എഫേസ്യ ലേഖനത്തിൽ വിശേഷിച്ച് ദൈവസഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയുടെ തലയായ ക്രിസ്തുവിനെ പ്രത്യേകമായി വർണ്ണിക്കുവാനായി അപ്പസ്തോലൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് അറിവിൽ കൂടെ, ഹിഡൻ നോളജിൽ കൂടെ ആത്മീക പ്രകാശനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ജ്ഞാനവാദം, അതായത് അപ്പസ്തോലിക ഉപദേശത്തിൽ കൂടെ, മാനസാന്തരത്തിൽ കൂടെയും വിശ്വാസത്തിൽ കൂടെയും രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള അപ്പസ്തോലിക ഉപദേശത്തിന് വിപരീതമായി അറിവിൽ കൂടെ, സ്പെഷ്യൽ നോളജിൽ കൂടെ നമുക്ക് സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ്, ആത്മീകമായ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നു എന്നുള്ള ജ്ഞാനവാദം വന്നപ്പോൾ അതിനെ തിരുത്തുവാനായി അപ്പസ്തോലൻ എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഇതിൻ്റെ പ്രത്യേക വാക്യങ്ങൾ, ഈ ലേഖനത്തിലെ കീ വേഴ്സസ് ഒന്ന് പറയട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവനിലല്ലോ, ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പൂർണ്ണരായിരിക്കുന്നു. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, സകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ആ മനോഹരമായിട്ടുള്ള ചിന്ത ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. വി ഹാവ് എവ്രിതിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമുക്ക് സർവസമ്പൂർണതയും ലഭിക്കുന്നു എന്നുള്ളത് ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. ആ ഉപദേശത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ചില ആലോചനകളുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം ഉപദേശത്തിൽ ആവശ്യമില്ല. ഇറ്റ് ഈസ് റോങ് ടു ആഡ് എനിത്തിങ് ടു ക്രൈസ്റ്റ്. നമ്മുടെ വിശ്വാസത്തിൽ ക്രിസ്തുവിനോട് ചേർത്ത് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാരണം ക്രിസ്തുവിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ സർവസമ്പൂർണതയും ഉണ്ടെങ്കിൽ യേശുക്രിസ്തു ഇല്ലാത്ത ഒരു വിശ്വാസത്തിൽ ഒന്നുമില്ല, അതായത് ശൂന്യമാണ് എന്നുള്ളതും അർത്ഥമാക്കുന്നു. കാരണം സർവസമ്പൂർണതയും ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തുവില്ല എങ്കിൽ
ഏതുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുമാത്രമല്ല, ക്രിസ്തുവുള്ളൊരു വ്യക്തി വാസ്തവത്തിൽ അവൻ ധന്യനാണ്, ഭാഗ്യവാനാണ്. കാരണം അവനിൽ ഉള്ള സകല സമ്പൂർണതയും ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നു. യേശു ക്രിസ്തുവിനെ എല്ലാറ്റിനും എല്ലാമായി സർവസമ്പൂർണതയുള്ളവനായി കാണുമ്പോൾ ഒരു വിശ്വാസി കർത്താവിനെ ഏറെ ആദരിക്കുന്നതിനും ഏറെ സ്നേഹിക്കുന്നതിനും എല്ലാറ്റിലും ഉന്നതനായി കാണുവാനും നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് വിശ്വാസിക്ക് ഈ കാഴ്ചപ്പാടുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഉപദേശം നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുമായിരിക്കും. എന്നാൽ ക്രിസ്തുവിനോട് ചേർത്ത് എന്തെങ്കിലും കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഉപദേശം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അത് ദുരുപദേശമാണെന്ന് മനസ്സിലാക്കാൻ ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഇതിലേക്ക് ഒന്ന് എത്തി നോക്കാം. കൊലോസ്യ പട്ടണം, അല്ലെങ്കിൽ കൊലോസ്യ, ദ ടൗൺ ഓഫ് കൊലോസ്യ, ഈ എഫെസോസിൽ നിന്ന് 100 മൈൽ അകലെ ആയിട്ട് 3 പട്ടണങ്ങൾ ഒരു ത്രികോണം പോലെ കിടപ്പുണ്ടായിരുന്നു. അതായത് ലവോദിക്യ, ഹിരിയാപോലിസ്, കൊലോസെ. ഇത് 3 സമീപമാണ്. ഈ 3 പട്ടണവും ചേർന്ന് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ഉം 16-ഉം വാക്യത്തിൽ നിങ്ങൾക്കും ലവോദിക്കർക്കാർക്കും ഹിരിയാപോലിക്കാർക്കും, അപ്പോൾ അപ്പോസ്തലൻ എഴുതുമ്പോൾ ഈ 3ഉം കൂടെ ചേർത്ത് എഴുതുകയാണ്. അപ്പോൾ സമീപ പട്ടണങ്ങളാണ്. ഇത് ഒരു വിധത്തിൽ, അതായത് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അന്നത്തെ കാലത്തെ വലിയ ഒരു ഹൈവേയുടെ സമീപത്തുള്ള ഒരു പട്ടണമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഈ പട്ടണം സന്ദർശിച്ചതായി അപ്പോസ്തല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതാണ് കൊലോസ്യ പട്ടണം. ആ പട്ടണം വലിയൊരു പട്ടണമായിരുന്നു എന്ന് ഉള്ള സൂചന നമുക്ക് ഇല്ല. എഴുത്തുകാരൻ വളരെ വ്യക്തമാണ്. ഇതിൻ്റെ തലക്കെട്ടായി നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. അദ്ദേഹം ഒരു പ്രിസണറായി, ഒരു കാരാഗ്രഹവാസിയായി റോമിൽ പാർക്കുമ്പോൾ, റോമിൽ കാരാഗ്രഹത്തിൽ വസിക്കുന്നു എങ്കിലും സ്വതന്ത്രമായി ഉള്ള ഒരു പാർപ്പിടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് അവിടെ നിന്ന് നീങ്ങാൻ അനുവാദമില്ലായിരുന്നെങ്കിലും ഒരു തടവറയിൽ ആയിരുന്നില്ല. അദ്ദേഹം സ്വതന്ത്രമായി പാർത്തിരുന്നു. ആളുകളെ കാണുന്നതിനും സ്വീകരിക്കുന്നതിനും ഒക്കെയുള്ള അനുവാദമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് റോമിൽ ഇരിക്കുമ്പോൾ, ബന്ധനത്തിലിരിക്കുമ്പോൾ തന്നെ, സ്വാതന്ത്ര്യമില്ലാതിരിക്കുമ്പോൾ എഴുതിയ ലേഖനമാണ് ഈ ലേഖനം. നമുക്ക് അതിൻ്റെ ആദ്യ വാക്യത്തിലേക്ക് നോക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊലോസയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നു. ഒരു ദൈവസഭയെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച, നേതൃത്വത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയെല്ലാം നമുക്ക് ഈ 8 വാക്യത്തിനകത്ത് ലഭിക്കാൻ പോകുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുഖ്യ വിഷയം ക്രിസ്തുവിലുള്ള സർവ്വസമ്പൂർണതയാണെങ്കിലും ദൈവസഭയെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഈ വേദഭാഗത്ത് ലീഡർഷിപ്പിനെക്കുറിച്ചും ഒരു ദൈവസഭയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള അപ്പോസ്തലൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ആ വാക്യത്തിലേക്ക് നോക്കാം. പൗലോസ്, അങ്ങനെയാണ് തുടങ്ങുന്നത്. പൗലോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോൾ. അപ്പോസ്തലനായ പൗലോസിന് 2 പേരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ശൗൽ, പോൾ, സോൾ ആൻഡ് പോൾ. ഏതെങ്കിലും ഒരു സമയത്ത്, അതായത് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൗലോസ് എന്നാരും പേര് കൊടുത്തതായി രേഖപ്പെടുത്തിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിലർ പറയുന്നത് അപ്പോസ്തലന് ഈ 2 പേരും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം നേരത്തെ അറിയപ്പെട്ടത് ശൗൽ എന്നുള്ള രീതിയിലാണ്. അതിനൊരു കാരണം ഉണ്ടായിരിക്കും എന്ന് എൻ്റെ അനുമാനമാണ്. ഇപ്രകാരമാണ് നാം കാണുന്നത്. അതായത് ഈ ശൗൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഗ്രേറ്റ് വൺ എന്നാണ്, വലിയവൻ എന്നുള്ളതാണ്. എന്നാൽ പൗലോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നാം അർത്ഥമാക്കുന്നത് ചെറിയവൻ എന്നാണ്, ദ ലിറ്റിൽ വൺ. ആരോ ഒരു എഴുത്തുകാരൻ പറഞ്ഞു,
മാനസാന്തരത്തിന് ശേഷം അദ്ദേഹം ശൗൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ടില്ല. ചെറിയവൻ, ദ ലിറ്റിൽ വൺ. വാസ്തവത്തിൽ അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റേ ആ നാമം എടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പൗലോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം. അദ്ദേഹം പൗലോസ് എന്ന ആ നാമം ഉപയോഗിച്ചിട്ട് പറയുന്നത് അപ്പസ്തോലനായ പൗലോസ്, ദ അപ്പോസ്റ്റൽ പോൾ. നമുക്കെല്ലാം അറിയാം അതിൻ്റെ അർത്ഥം, അയക്കപ്പെട്ടവൻ, ദ സെൻറ്റ് വൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, അയക്കപ്പെട്ടവനാണ്. തൻ്റെ മാനസാന്തര സമയത്ത് തന്നെ ദൈവം തമ്പുരാൻ അരുളപ്പാട് അനന്യാസിൽ കൂടെയൊക്കെ നൽകിയിരുന്നു. ആർക്കൊക്കെ? രാജാക്കന്മാർക്കും ജാതികൾക്കുമൊക്കെയും ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ് എന്നുള്ളതറിയാം. സോ ഹി വാസ് ദ സെൻറ്റ് വൺ. എന്നാൽ അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്കാണ് പ്രസക്തി. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പസ്തോലൻ, ബൈ ദ വിൽ ഓഫ് ഗോഡ്. നാം ആ വാക്ക് പലപ്പോഴും അങ്ങ് ഉപയോഗിക്കും, ദൈവേഷ്ടമാണെങ്കിൽ. എന്നാൽ അതിന് വലിയ ആഴത്തിൽ അർത്ഥമുണ്ട്. അപ്പസ്തോലനായ പൗലോസിൻ്റെ കൺവിക്ഷനാണ് ഇവിടെ നാം കാണുന്നത്. ഹൃദയത്തിനകത്തുള്ള ഉൾനിശ്ചയം, ഞാൻ അയക്കപ്പെട്ടവനാണ്, രൂപാന്തരത്തിൻ്റെ അനുഭവം ലഭിച്ചവനാണ്. എന്നാൽ ഞാൻ അയക്കപ്പെട്ടവനായി തീർന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പരമ ഇഷ്ടത്താൽ ആണ്. അപ്പോൾ ഞാൻ പോകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ബൈ ദ വിൽ ഓഫ് ഗോഡ്. അപ്പോൾ താൻ ആരാകുന്നു എന്നും താൻ എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതും ദൈവത്തിൻ്റെ പരമ ഇഷ്ടത്തിലാണ് എന്നുള്ളത് തനിക്ക് ഉത്ബോധമുണ്ടായിരുന്നു. ഇതൊരു വിശ്വാസിക്കുണ്ടാകണം. നമ്മുടെ പലപ്പോഴും വിശേഷാൽ ജീവിതാന്ത്യത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യമാണ്, നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ, ആ വാക്യത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ, അന്ത്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ, ജീവിത ആരംഭത്തിലും ജീവിതത്തിൻ്റെ തുടർച്ചയിലും ദൈവത്തിൻ്റെ പരമ ഇഷ്ടത്തിൽ ജീവിക്കണം. If you are not living in the will of God, you will never be able to say, I have run the race. അദ്ദേഹത്തിന് അന്ന് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് അദ്ദേഹം കർത്താവുമായുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞ് മുമ്പോട്ടുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ, തൻ്റെ ശുശ്രൂഷകൾ എല്ലാം തന്നെ ദൈവ ഇഷ്ടത്താൽ, അതിനപ്പുറത്ത് തനിക്ക് ഒരു ജീവിതമോ ആഗ്രഹമോ ശുശ്രൂഷയോ ഇല്ലായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 16 വായിക്കുമ്പോൾ അത് അല്പം വ്യക്തമായി കാണാൻ കഴിയും. ആസയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തടഞ്ഞു. ബിഥുനിക്ക് പോകാൻ ശ്രമിച്ചു എന്നാണ് തുടർവാക്യത്തിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വിലക്കി. എന്നാൽ രാത്രിയിൽ ദൈവികമായ ഒരു ദർശനം ലഭിച്ച് മക്കദോന്യക്കാരൻ വിളിക്കുന്നതായി കണ്ട് താൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം യാത്ര തുടർന്നു. So Apostle Paul, living and serving in the will of God. അപ്പോൾ ഈ വാചകം കേൾക്കുമ്പോഴൊക്കെ നാം നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു ചിന്ത, ഇത് ആത്മീയ ശുശ്രൂഷകൾക്ക് ഒക്കെ ഉള്ളതാണ്. അങ്ങനല്ല. ഐ എം എ ടീച്ചർ ബൈ ദ വിൽ ഓഫ് ഗോഡ്. ഐ എം എ ബിസിനസ് മാൻ ഇൻ ദ വിൽ ഓഫ് ഗോഡ്. I am living in such and such a place in the will of God. അത് ദൈവമക്കൾക്കുള്ള പ്രത്യേക നിയോഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടിപ്പോകുന്നത്, എൻ്റെ ഇഷ്ടമല്ല കർത്താവേ നിൻ്റെ ഇഷ്ടം.
ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന. അവിടെയാണ് അതോറിറ്റി. തനിക്ക് അധികാരം ലഭിക്കുന്നത് ദൈവേഷ്ടത്തിൽ താൻ അവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അധികാരം. ദൈവ ഇഷ്ടത്തിന് പുറത്ത് അദ്ദേഹത്തിന് അധികാരം ലഭിക്കത്തില്ല. അധികാരം ഉപയോഗിച്ചാലും അധികാരം ശരിയാകത്തില്ല. ഇക്കാലങ്ങളിൽ ഒരു വിധത്തിൽ പരിതാപകരമായ ഒരു കാലമാണ്. അനേക ദൈവമക്കളും ദൈവഹിതത്തിന് പുറത്താണ് ജീവിക്കുന്നത്. വി വാണ്ട് ദി അതോറിറ്റി, വി വാണ്ട് ദ ബ്ലെസ്സിങ്. ഇത് രണ്ടും നമുക്ക് വേണം. അറ്റ് ദ സെയിം ടൈം വി ഡോണ്ട് വാണ്ട് ടു ലിവ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ജീവിക്കണം. പലപ്പോഴും നമുക്ക് ദൈവേഷ്ടത്തെക്കുറിച്ച് ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ട്. അത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്, സോ ഡിഫിക്കൽട്ട്. അങ്ങനല്ല. അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഏത് ദൈവ പൈതലിനും ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. അതിനുവേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അതൊരു വഴിയാണ്, അപ്പോസ്തലൻ കാണിച്ചിട്ടുണ്ട്. 2, ദൈവവചനത്തിൽ കൂടെ തിരയണം. തമ്പുരാൻ സംസാരിക്കുമല്ലോ. നമ്മുടെ മനസ്സിനെ തമ്പുരാൻ സ്വാധീനിക്കുമല്ലോ. ഇതെല്ലാം നാം അനുഭവിച്ചിട്ടുള്ളവരാണല്ലോ ഓരോ കാലങ്ങളിലൊക്കെ. അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഓർക്കണം, തടസ്സം മാത്രമല്ല, തുടർമാനമായി ദൈവേഷ്ടത്തിൽ ജീവിക്കണം. നോട്ട് ഓൺലി വൺസ്, കണ്ടിന്യൂസ്ലി, എവറി മോമെൻറ്റ് ലിവിങ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. അതെത്ര അനുഗ്രഹമാവുമെന്ന് ആലോചിച്ച് നോക്കിയേ. മേഘം പൊങ്ങുമ്പോൾ നീങ്ങുകയും മേഘം നിൽക്കുമ്പോൾ പാളയടിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ മന്ന അവിടെ പൊഴിഞ്ഞിട്ടുണ്ട്, സംശയിക്കുകയുണ്ട. എന്നാൽ അതിന് പുറത്ത് ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കാൻ സാധ്യമല്ല, ദൈവത്തിൻ്റെ പ്രസാദവും ലഭിക്കുക. അപ്പോൾ ദൈവ ഇഷ്ടത്താൽ അപ്പസ്തോലനായ പൗലോസ് എത്ര മനോഹരമാണ്. രണ്ടാമത് നോക്കാട്ടെ, അദ്ദേഹം ആ ഉന്നത പദവിയെക്കുറിച്ച് വർണ്ണിച്ചെങ്കിലും അധികം താമസിയാതെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. പൗലോസും സഹോദരനായ തിമത്തിയോസും. അപ്പോൾ ഇപ്പോൾ അപ്പസ്തോലൻ സഹോദരനായി. ഈ അപ്പസ്തോലൻ എന്നുള്ള പദവി ലഭിച്ചതുകൊണ്ട് സാഹോദര്യ ബന്ധവും ആ ലെവലിലുള്ള സമീപനവും നിർത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ ഈ അപ്പസ്തോലിക പദവി ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ബന്ധത്തിൽ സഹോദര ബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. തമ്പുരാൻ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരെ ഓരോ പദവിയിലേക്കൊക്കെ ഉയർത്തുന്നു. എന്നാൽ നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഒരു പിതാവിൻ്റെ മക്കളാണ് എന്നുള്ള ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടരുത്. സഹോദരൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ഉള്ള എല്ലാവരും ആദാമിൽ സഹോദരങ്ങളാണല്ലോ. ബ്രദർഹുഡ് ഓഫ് മാൻ എന്ന ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ബ്രദർഹുഡ് ഓഫ് മാൻ ലോകത്തെ കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ആ ഒരു ബന്ധമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദാമിനുള്ള ബന്ധമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ വീണ്ടും ജനിച്ചതിനാൽ ആ ജനനത്തിൽ കൂടെ ഉണ്ടാകുന്ന ആത്മീക ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് റിലേഷൻഷിപ്പ്, അതാണ് ഇവിടുത്തെ പ്രസക്തി. അതുകൊണ്ടാണ് നാം എല്ലാവരും വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കും. ദൈവവചനത്താൽ തന്നെ, കെടുന്ന ബീജത്താൽ അല്ല. ആ ഒരു ബന്ധമല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, സഹോദരനായ തിമത്തിയോസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ. അപ്പസ്തോലൻ്റെ ജീവിതത്തിൽ കൂടെ ആത്മീക പക്വതയിലേക്ക് വന്ന, ഒരു വിധത്തിൽ പറഞ്ഞാൽ അപ്പസ്തോലൻ്റെ മകൻ, ആത്മീക പുത്രൻ. അപ്പോൾ ഹിസ് കോൺവേർട്ട്,
അദ്ദേഹത്തിൻ്റെ ആത്മീക സന്തതി. ആ സന്തതിയെ തന്നോടൊപ്പം ഉയർത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോസ്തലൻ്റെ ആ മനോഭാവം നോക്കിക്കേ. ആ യുവാവായ സഹോദരനെ തന്നോടൊപ്പം ഉയർത്തിയാണ് ലേഖനം എഴുതുന്നത്. അപ്പോൾ കൊലോസ്യയിലെ വിശ്വാസികൾ ഇത് വായിക്കുകയാണെന്ന് വിചാരിച്ചു. അവർ വിചാരിക്കുമ്പോൾ ഉടനെ മനസ്സിലാക്കുന്നത് തിമത്തിയോസ് അപ്പോസ്തലൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. മറ്റു വിശ്വാസികളുടെ മുമ്പിൽ ആ എളിയ സഹോദരന് കൊടുക്കുന്ന സ്ഥാനം, ഉയർത്തുന്ന മനോഭാവം, ഗിവിങ് ഓണർ ബിഫോർ അതേഴ്സ്, എത്ര മനോഹരമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണെന്ന് നാം ചിന്തിക്കണം. വേറൊരു കാര്യം ഈ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ: നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ എപ്പഫ്രാസിനെ പരിചയപ്പെടുത്തുക. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സഹഭൃത്യൻ, ഫെലോ സെർവൻറ്റ്. അതിൻ്റെ അർത്ഥം ഇദ്ദേഹവും സെർവൻ്റ് ആണെന്ന് അതിൻ്റെ അർത്ഥം ഇല്ലേ? അപ്പോസ്തലനാ. എങ്കിലും അദ്ദേഹം പറയുകയാണ്, ഞാനും ശുശ്രൂഷക്കാരനാണ്, ഭൃത്യനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു യജമാനെയാണ് സേവിക്കുന്നത്. എപ്പഫ്രാസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ നിന്ന് എപ്പഫ്രാസ്, അദ്ദേഹം സഹോദരനാണ്, അദ്ദേഹം സഹഭൃത്യനാണ്, ഫെലോ സെർവൻറ്റ്. വാസ്തവത്തിൽ ഈ ദൈവദാസൻ്റെ ജീവിതം അനേകരെ സ്വാധീനിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ ലീഡർഷിപ്പിലെ ഇങ്ങനെയുള്ള മനോഭാവം. ആർക്കും അടുക്കാൻ കഴിയാത്ത ആ പദവിയിൽ, ഉന്നത പദവിയിൽ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന ആത്മീക നേതാവല്ല അപ്പോസ്തലനായ പൗലോസ്. എപ്പഫ്രാസിനും തീമത്തിയോസിനും എല്ലാം ചേർന്നിരിക്കത്തക്കവണ്ണം തന്നെ തുറന്നു കൊടുക്കുന്ന ആത്മീക നേതാവ്. അദ്ദേഹത്തിൽ കൂടെ അനേക സഭകൾ സ്ഥാപിച്ചതിൽ അതിശയിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒട്ടും അതിശയിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം തമ്പുരാൻ ആ മനുഷ്യനെ ദൈവസഭയുടെ ശില്പിയും പണിക്കാരനുമായി ഉപയോഗിച്ചു. ഇനി നമുക്ക് ഇതാർക്കെഴുതിയെന്നുള്ളത് നോക്കാം. ഓഥറിനെ കുറിച്ച്, ഇതെഴുതിയ എഴുത്തുകാരനെ കുറിച്ച് ചിന്തിച്ചു. ഇനി ആർക്കാണ്? ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഈ കൊലോസ്യയിലുള്ള സഭയ്ക്കാണ് എഴുതിയിരിക്കുന്നത്. കൊലോസ്യയിലെ സഭയെക്കുറിച്ച് ഇപ്രകാരമാണ്: ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരന്മാരും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരും. അപ്പോൾ ആ ചർച്ചിനെ വിശേഷിപ്പിച്ചിരിക്കുക കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർ. ഈ സഭയുണ്ടായതിന് അപ്പോസ്തലനല്ല സ്ഥാപകൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് ആസ്യയിൽ കുറച്ച് നാൾ പാർത്തു, 3 സംവത്സരം പാർത്തു. അവിടെ ശുശ്രൂഷ ചെയ്തപ്പോൾ വളരെ തടസ്സമുണ്ടായിട്ട് ശുശ്രൂഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ തുറന്നാസിൻ്റെ പാഠശാലയിൽ 19-ാം അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 9-ഉം 10-ഉം വാക്യത്തിലുണ്ട്. ഒരു പാഠശാലയിൽ ദിനം പ്രതി ശിഷ്യന്മാരെ വേർതിരിച്ച് അവരോട് സംവാദിച്ചു പോകുന്നു. അപ്പോൾ അവിടെ ഒരു ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അത് 2 സംവത്സരത്തോളം നടക്കയാൽ 2 സംവത്സരത്തോളം അവിടെ നടന്നു. ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി. അവിടെ വന്ന് പഠിച്ചതാണോ എപ്പഫ്രാസ് എന്ന് എനിക്കറിഞ്ഞുകൂടാ, ആയിരിക്കാം. അവിടെ ഉണ്ടായ സ്വാധീനം മൂലം ഈ എഫെസോസിൽ ഉള്ള അനേകർ കർത്താവിനെ കുറിച്ച് അറിയാനായിട്ട് ഇടയായി. ആസിയ മുഴുവൻ സുവിശേഷം പരക്കാനായിട്ടിടയായി. അപ്പോൾ നിശ്ചയമായും കൊലോസ്യയിലും എത്തിച്ചേർന്നു. അതിന് ദൈവം എപ്പഫ്രാസിനെ ഉപയോഗിച്ചു എന്നുള്ളതിന് 7-ാമത്തെ വാക്യത്തിൽ തെളിവുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ഗോഡ് യൂസ്ഡ് എപ്പഫ്രാസ്.
അപ്പോൾ എപ്പോഴും ഓർക്കണം, ഈ ഫുൾ ടൈം ആളുകളെ കൊണ്ടാകണമെന്നില്ല തമ്പുരാൻ ഈ സഭകൾ സ്ഥാപിക്കുന്നത്. ദൈവം സാധാരണക്കാരെയൊക്കെ എടുത്ത് ഉപയോഗിക്കും. ഫിലേമോൻ എന്ന് പറയുന്ന ധനികനായ ഒരു മനുഷ്യനെ ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ സഭ ആരംഭിക്കാനും ഒക്കെ ഉപയോഗിച്ചു. ഹി വാസ് ആൻ ഓർഡിനറി ലേമാൻ. ദൈവത്തിൻ്റെ കരത്തിലോട്ടൊന്ന് ഒതുങ്ങി കൊടുത്തേച്ചാൽ മതി. ഗോഡ് ക്യാൻ യൂസ് എനിബഡി. അങ്ങനെ ഉപയോഗിച്ചു ദൈവം എപ്പപ്രാസിനെ. അങ്ങനെ വന്ന വിശ്വാസികളെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്ന 2 പദങ്ങളുണ്ട്: വിശുദ്ധന്മാരും, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരും. വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരും. 2 പദവും നമുക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. ദ സെയിൻറ്റ്സ്, അതാണ് വിശുദ്ധന്മാർ. ആ വാക്ക് കേൾക്കുമ്പോൾ ഇന്നും ധാരാളം ദൈവവചനം കേട്ടിട്ടുള്ളവരാണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത് വാഴ്ത്തപ്പെട്ട ഒരു സമൂഹത്തെക്കുറിച്ചാണ്, വേർതിരിക്കപ്പെട്ട ചില വ്യക്തികൾ. എന്നാൽ സഭയാൽ അങ്ങനെ വാഴ്ത്തപ്പെട്ടവരായി രേഖപ്പെടുത്തിയവരെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാധാ വിശ്വാസികൾക്ക് അപ്പസ്തോലൻ കൊടുത്തിരിക്കുന്ന, ദൈവത്തിൻ്റെ നിയോഗത്താൽ കൊടുത്തിരിക്കുന്ന പദവിയാണ് വിശുദ്ധന്മാർ, സെയിൻസ്. അതിൻ്റെ അർത്ഥം കോൺസിക്രേറ്റഡ് പീപ്പിൾ എന്ന, സമർപ്പിക്കപ്പെട്ടവർ, സെപ്പറേറ്റഡ് അൺടു ഗോഡ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. പുതിയ നിയമം അനുസരിച്ച് ഈ പദവി, അതായത് വിശുദ്ധന്മാർ എന്നുള്ളത് ഒരു പദവിയാണ്. ഇറ്റ് ഈസ് എ പൊസിഷൻ ഗോഡ് ഗിവ്സ്. താനുമായുള്ള ബന്ധത്തിൽ ക്രിസ്തുയേശുവിൽ കൂടെയുള്ള രക്ഷ അനുഭവമാക്കി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദവിയാണ് വിശുദ്ധന്മാർ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവവചനപ്രകാരം കൊടുത്തിരിക്കുന്ന പദവിയാണ് സെയിൻറ്റ്സ്, വിശുദ്ധന്മാർ. ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഈ പദവി ലഭിക്കാനുള്ള കാരണം, നാം രക്ഷയുടെ അനുഭവത്തിൽ വരുമ്പോൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നു. കാരണം നീതീകരിക്കപ്പെടുന്നല്ലോ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച വ്യക്തികളാണ്, ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. അപ്പോസ്തലനായ പൗലോസ് റോമയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? അടുത്ത വാചകം ശ്രദ്ധിക്കണം: നീതീകരിക്കുന്നവൻ ദൈവം. ഇനിയും വിശുദ്ധന്മാരാണെന്ന് പറയാൻ കാരണം, കുറ്റം വിധിക്കുന്നവൻ ആര്? ഹൂ കൻ ബ്ലെയിം ഹിം? പദവിയാണേ. എപ്പോഴും വിശുദ്ധന്മാരുടെ അവസ്ഥ അവൻ്റെ പദവിക്കനുസരിച്ചാകണമെന്നില്ല. ജീവിതത്തിൽ പരാജയങ്ങൾ, അപജയങ്ങളൊക്കെ വരുന്ന സമയത്ത് വിശുദ്ധന്മാരുടെ അവസ്ഥ ദൈവം കൊടുത്തിരിക്കുന്ന പദവിയിൽ നിന്ന് അന്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ രക്ഷയുടെ അനുഭവത്തിൽ വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഉന്നത പദവിയാണ് വിശുദ്ധന്മാർ. ഇതിനെക്കുറിച്ചൊരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടതാണ്, ഇപ്പോഴും ഓർക്കും. അദ്ദേഹം പറഞ്ഞു, കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് രക്ഷയുടെ അനുഭവത്തിൽ വരുമ്പോഴേ ഒരു ബാഡ്ജിങ് തരുമെന്ന് പറഞ്ഞു, ഒരു ലേബൽ. ഈ സൈനികർക്കൊക്കെ പല പദവികൾ കൊടുക്കുന്നത് പോലെ ആ ബാഡ്ജിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധനെന്നാണ് കേട്ടോ, അതാ എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അതിനനുസരിച്ച് ഇനിയും ജീവിച്ചോണം. വി ഹാവ് ടു ലിവ് അക്കോർഡിംഗ് ടു ഇറ്റ്. അതിനെ ഓണർ ചെയ്ത് ജീവിച്ചോണം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി. അപ്പോൾ വിശുദ്ധന്മാർ, ഉന്നത പദവി. എത്ര വലിയ പദവിയാണ് തന്നിരിക്കുന്നത്! അശുദ്ധരും പാപികളും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുമായ നമ്മെ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഉന്നത പദവി, ദ സെയിൻറ്റ്സ്,
എത്ര മനോഹരം. രണ്ടാമത് കൊടുത്തിരിക്കുന്ന പദവി നോക്കിക്കാട്ടെ. വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരും. ഒന്നാം വാക്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാർ. ഇത് പദവിയല്ല കാണിക്കുന്നത്, ഇത് പെരുമാറ്റത്തെയാണ് കാണിക്കുന്നത്. വിശുദ്ധന്മാരെന്നുള്ളത് പദവിയെ കാണിക്കുന്ന. എന്നാൽ ആക്കിയ ആളുകൾക്ക് ഒരു ബിഹേവിയർ ഉണ്ടാകണം, ഒരു പെരുമാറ്റം ഉണ്ടാകണം. ആ പെരുമാറ്റം എന്താണെന്നറിയാമോ? വിശ്വസ്ത സഹോദരന്മാർ. So we are given a position, also we are given a behavior to follow. Faithful brethren. എത്ര മനോഹരമാണ്. വിശ്വസ്ത സഹോദരന്മാർ. അതിൻ്റെ അർത്ഥം എന്നാ? ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം. വിവിധ മേഖലയിൽ നമുക്ക് വിശ്വസ്തത ഉണ്ടാകണം. ഒന്ന്, വിശുദ്ധരായി ദൈവം വേർതിരിക്കപ്പെട്ടവർ, കോൺസിക്രേറ്റഡ് പീപ്പിൾ, ദേ ആർ ഫെയ്ത്ത്ഫുൾ ടു ദ വേർഡ്. ദൈവവചനത്തോട് അവർ വിശ്വസ്തര. ഈ കർത്താവുമായി ഒരാൾ ബന്ധത്തിൽ വന്നു എന്നുള്ളത് അറിയാൻ പല തെളിവുകളുണ്ട്. എങ്കിലും ആ വ്യക്തിക്ക് ദൈവവചനത്തോടുണ്ടാകുന്ന സ്നേഹവും അതിനോടുള്ള ബന്ധവും അതിനെ അനുസരിക്കാനുള്ള ആവേശവും, ഞാൻ പറഞ്ഞ 3 ഭാഗം ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവവചനത്തോടുള്ള സ്നേഹവും ദൈവവചനത്തോടുള്ള ആദരവും ദൈവവചന അനുസരിക്കാനുള്ള ആവേശം. ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ള സാക്ഷ്യം, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അന്ന് രാത്രി അനേക മണിക്കൂർ ദൈവവചനം വായിച്ചിട്ടുള്ള ആളുകളുണ്ട്. കാരണം അവർക്ക് നിർത്താൻ തോന്നുന്നില്ല. ഈ വിശുദ്ധനായി തീർന്നപ്പോൾ ഉള്ളിലുണ്ടായ ഒരു ആവേശമാണ് ദൈവവചനത്തോടുള്ള ആവേശം. അത് കേൾക്കാൻ മാത്രമല്ല, വായിക്കാൻ മാത്രമല്ല, അതനുസരിക്കാനുള്ള ആവേശം. ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. യേശു കർത്താവ് തൻ്റെ പിതാവിനോട് പറഞ്ഞ വാക്കാണ്, ബിഹോൾഡ് ഐ കം ടു ഡു ദൈ വിൽ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അല്പനേരം സ്വസ്ഥമാക്കി ചിന്തിക്കണം. ഈ ക്വാളിറ്റി നമുക്കുണ്ടോ? കർത്താവുമായി ബന്ധപ്പെട്ടപ്പോൾ കോൺസിക്രേറ്റഡായി, ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശ്വസ്ത സഹോദരങ്ങൾ, സോ ഫെയ്ത്ത്ഫുൾ ടു ദ വേർഡ് ഓഫ് ഗോഡ്. മോശയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അത് പറയുന്നതിന് മുമ്പേ എബ്രായ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഹി വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. അതിൻ്റെ കാരണം പുറപ്പാട് പുസ്തകത്തിലോട്ട് നോക്കിയാൽ മതി. 40-16 ഞാൻ വായിക്കാം. മോശ അങ്ങനെ ചെയ്തു, യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. അങ്ങനെ ചെയ്തു. എങ്ങനെയും ചെയ്യാനല്ല, അങ്ങനെ ചെയ്യണം. എങ്ങനെ ചെയ്യണം? മോശയോട് ദൈവം കൽപ്പിച്ചതുപോലെ. അപ്പം നമ്മൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതുകൊണ്ടാണല്ലോ ദൈവമക്കൾക്ക് ഈ ജീവിതത്തിൽ പ്രമാണമുണ്ട്. അത് വിട്ടിട്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകാനൊക്കെയല്ലേ യോശുവയുടെ കാര്യം പറഞ്ഞ പോലെ. അത് കൽപ്പിച്ചു തന്നത് കൃത്യമായി ആചരിക്കാനാണ്. ടു ഒബേ. അങ്ങനെ വിശ്വസ്തരായിരിക്കണം. 2 എബ്രായർ 10:24 സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നെവർ ഫോർസേക്ക് ദി അസംബ്ലിങ് ടുഗെദർ. അവിടെ വിശ്വസ്തരായിരിക്കണം. കൂടിവരവിൽ
പലരും ചിന്തിക്കുമോ വീട്ടിൽ ഇരുന്നുകൊണ്ട് ആരാധിക്കരുതോ, തന്നെ ഇരുന്ന് ആരാധിക്കാമല്ലോ. അനേകരും പറയുന്നു, ഓ കപടഭക്തിക്കാരുടെ കൂടെ പോയി ആരാധിക്കുന്നതിനൊക്കെ എന്തോ നല്ലതാണ്, വീട്ടിൽ ഇരുന്ന് ഏത് തരത്തിൽ വചനം കേൾക്കണം, നമുക്കെല്ലാം കേൾക്കാമല്ലോ. ദൈവവചനത്തോടുള്ള ആവേശം പോലെ ദൈവമക്കൾക്കുണ്ടാകുന്ന രണ്ടാമത്തെ ആവേശമാണ് ദൈവമക്കളോട് ചേർന്നിരിക്കാനുള്ള ആവേശം, കൂട്ടായ്മ ആചരിക്കാനുള്ള ആവേശം, ദൈവജനത്തോട് ഒരുമിച്ചിരുന്ന് ആരാധിച്ച് സന്തോഷിക്കുന്നതിനുള്ള ആവേശം. ഫെയ്ത്ത്ഫുൾ ടു ദ വേർഡ്, ഫെയ്ത്ത്ഫുൾ ഇൻ വർഷിപ്പ്. 3, ഫെയ്ത്ത്ഫുൾ ഇൻ സർവീസ്. താലന്തുകളോടുള്ള ബന്ധത്തിലെല്ലാം നമുക്കറിയാം. 1 കിട്ടിയുള്ളതിലും 2 കിട്ടിയുള്ളതിലും 5 കിട്ടിയാലും ഒരു കാര്യം ചെയ്തേച്ചാൽ മതി, തന്നിരിക്കുന്നത് ഉപയോഗിച്ചോണം. ഫെയ്ത്ത്ഫുള്ളി സെർവ്, ഫെയ്ത്ത്ഫുള്ളി സെർവ്. അപ്പോൾ ആർക്കെഴുതി എന്ന് നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധന്മാരും വിശ്വസ്ത സഹോദരന്മാരും, ക്രിസ്തുയേശുവിൽ വിശ്വസ്തന്മാർ. ഇനി നമുക്ക് നോക്കാം എഴുത്തെങ്ങനെ പോകുന്നുവെന്ന്. പിതാവായ ദൈവത്തിങ്കൽ നിന്ന്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഗ്രേസ് ആൻഡ് പീസ്. നമുക്കെല്ലാം അറിയാം ഇതിങ്ങനെ പോകത്തുള്ളൂ. കൃപ ലഭിച്ചവർക്കേ സമാധാനമുള്ളൂ. കൃപ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന്. ഗോഡ് അവർ ഫാദർ, 2 പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ദൈവം, പിതാവായ ദൈവം എന്നുള്ളിടത്ത് ഏലോഹിയം എന്ന ക്രിയേറ്റർ ഗോഡ്, അത്രയും എല്ലാ ഉന്നതനായ ദൈവം, സകലത്തെ സൃഷ്ടിക്കുന്ന ദൈവം. അപ്പോൾ ആ ഉന്നതനായ ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന ഈ കൃപ. അതോടൊപ്പം പറഞ്ഞിട്ടുണ്ട് പിതാവായ ദൈവം ഈസ് അവർ ഫാദർ. എൻ്റെ അർത്ഥം നമ്മോട് കരുണ തോന്നുന്നവനും നമ്മെ അറിയുന്നവനുമായ പിതാവ്. ഫ്രം ദ ഫാദർ, വൺ ഹു കെയർസ്, കരുതുന്നവൻ. അപ്പം ശക്തനായ ദൈവം, കരുതുന്നവനായ പിതാവ്, അവനിൽ നിന്നൊഴുകുന്നതാണ് ഈ കൃപ. ആ കൃപ പിന്നെ അത് നമുക്കറിയാം, ആ കൃപ കർത്താവിൽ കൂടെ ഉള്ളൂ, ഓൺലി ത്രൂ ക്രൈസ്റ്റ്. കൃപ. തീത്തോസിൻ്റെ ലേഖനം 2:11 മുതൽ 13 വരെ രക്ഷാകരമായ ദൈവകൃപയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ സാരാംശം മാത്രം പറയാം. വീണ്ടെടുക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും ദൈവഭക്തിയിൽ നമ്മെ അഭ്യസിപ്പിക്കുന്നതുമായ ദൈവകൃപ. ആ കൃപ നിങ്ങൾക്ക് വർദ്ധിക്കട്ടെന്നാണ് ഓഫറിങ് കേട്ടോ. വീണ്ടെടുക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും ദൈവഭക്തിയിൽ നമ്മെ അഭ്യസിപ്പിക്കുന്നതുമായ കൃപ. അതുകൊണ്ടാണ് ഒരിക്കൽ കൃപ ലഭിച്ചതല്ല, കൃപമേൽ കൃപ പ്രാപിക്കണം. കാരണം ഇത് നമുക്ക് നിരന്തരം ആവശ്യമാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം, ലോകത്തിൻ്റെ സമാധാനമല്ല, ദൈവത്തിൻ്റെ സമാധാനം. ദൈവകൃപ അനുഭവിച്ചവർക്ക് അതുണ്ടല്ലോ. അപ്പോസ്തലൻ അത് ഗ്രീറ്റിങ്സ് പറഞ്ഞതിന് ശേഷം അതിൻ്റെ മെസ്സേജിലേക്ക് പോവുകയാണ്. ഇനിയും നാം അപ്പോസ്തലനെ കാണുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവദാസനായിട്ടാണ്. 3 മുതലുള്ള വാക്യത്തിൽ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗം 9-ാം വാക്യം മുതലാണ്. അദ്ദേഹം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം സ്തോത്രത്തോടെയാണ് ആരംഭിക്കുന്നത്. 3-ാം വാക്യത്തിൽ തുടങ്ങുന്നത്, അതിൻ്റെ അവസാനം വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്. 5-ാം വാക്യത്തിൽ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ആരംഭിക്കുന്നത് സ്തോത്രത്തോടു കൂടിയാണ്. നല്ല ആത്മീക ശുശ്രൂഷകൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആദ്യം പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, സംശയിക്കണ്ട. അദ്ദേഹത്തിൻ്റെ ലേഖനമെല്ലാം എടുത്ത് നോക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മാത്രമല്ല എഴുതുന്നത്,
അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലേഖനങ്ങളിലെല്ലാം ചേർത്തിട്ടുണ്ട്. എഫെസ്യ ലേഖനം വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിലും ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതെന്നല്ല, എന്ത് പ്രാർത്ഥിക്കുന്നതെന്ന് അങ്ങ് എഴുതുക. അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞു, ഈ പ്രാർത്ഥന ഉള്ളിൽ നിറഞ്ഞു കിടന്നതുകൊണ്ട് എഴുത്തെഴുതുമ്പോൾ പ്രാർത്ഥന അതിനകത്ത് അങ്ങ് തൂകിപ്പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. He is always praying, so even when he writes a letter, the prayer overflows into the letter. Prayer spills into the letter. അങ്ങനെ ഒരു സ്വഭാവം നമ്മളുണ്ടായാൽ നല്ലതാകട്ടോ. ഈ പ്രാർത്ഥന തൂകിപ്പോകുന്ന അനുഭവം, സംസാരിക്കുമ്പോൾ, എഴുത്തെഴുതുമ്പോൾ, ഫോൺ ചെയ്യുമ്പോൾ, ദാറ്റ് ഓവർഫ്ലോയിങ് പ്രേയർ, പ്രാർത്ഥിക്കുന്നതായ മനുഷ്യന്. പ്രാർത്ഥിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് വിവരം ഈ കൊലോസയിലെ വിശ്വാസികളെക്കുറിച്ചുള്ള അറിവ് തനിക്ക് എപ്പപ്രാസിൽ കൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂട്ടരെക്കുറിച്ച് വിവരം അറിയുമ്പോൾ ഉടനെ അദ്ദേഹം അങ്ങ് പ്രാർത്ഥിക്കുക. ആ വിവരം എന്താണ് കേട്ടതെന്നുള്ളത് നാം ചിന്തിക്കാനായിട്ട് പോവുകയാണ്. കേട്ട ഉടനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പോൾ ഫോൾസ് ഓൺ ഹിസ് നീസ് ആൻഡ് പ്രൈസസ്. എന്തിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു നോക്കാട്ടെ? ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും. ഈ 3 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ അപ്പസ്തോലൻ ഈ ദൈവസഭയിൽ കണ്ട 4 കാര്യം പറയുന്നുണ്ട്. 1, അവരുടെ വിശ്വാസം. 2, അവരുടെ സ്നേഹം. 3, അവരുടെ പ്രത്യാശ. 4, അവരുടെ ജീവിതത്തിലുള്ള ഫലം. അപ്പോൾ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൻ്റെ കാരണം, when he remembers the church, he remembers their faith, അവരുടെ വിശ്വാസം ഓർക്കുന്നു, അവരുടെ പ്രത്യാശ ഓർക്കുന്നു, അവരുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നു, അവസാനമായി അവരിൽ ഉളവായ ഫലങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. Seeing the fruit in their life, Paul praises the Lord. നമുക്കൊന്ന് നോക്കാം. 1, ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും. അതിനാണ് ആദ്യം സ്തോത്രം ചെയ്യുന്നത്. നിങ്ങളുടെ വലിയ വിശ്വാസത്തിനായി സ്തോത്രം. യു ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത്. അതല്ല അവിടെ പറഞ്ഞ്. വിശ്വാസം എന്നൊരു പദവേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ വിശ്വാസത്തിൻ്റെ വലിപ്പം എന്തിലാണ് വിശ്വാസിക്കുന്നതെന്ന് ഉടനെ അവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ശക്തി വിശ്വാസം എവിടെ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ കെട്ടുന്ന കയറിൻ്റെ വലിപ്പമല്ല, അതിനേക്കാൾ നമ്മൾ എന്തിലാണ് കൊണ്ടുപോയി ഈ കെട്ടുന്നതെന്നുള്ളതാണ്, അല്ലയോ? ഇവിടെ പറഞ്ഞിരിക്കുന്നു ഫെയ്ത്ത് ഈസ് ദെയർ. എവിടെയാ വിശ്വാസം? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹ പ്രമാണിയോട് പറഞ്ഞ കർത്താവായ യേശുവിൽ വിശ്വസിക്കാം. സോ ഡു യു ബിലീവ് എന്ന് ചോദിക്കുമ്പോൾ വേർ ഡു യു പുട്ട് യുവർ ട്രസ്റ്റ്? ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഈ വലിയ കോളിളക്കങ്ങൾ, കാറ്റിൻ്റെയും കോളിൻ്റെ ഈശാനമൂലൻ എന്ന ആ കോളിളക്കത്തിൻ്റെ നടുവിലിരിക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ജനത്തോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം. യെശയ്യാ പ്രവചനം 26-ാമത്തെ അധ്യായത്തിൽ യഹോവയാം യാഹിൽ ശാശ്വതമായ പാറയുള്ളതിനാൽ, 4-ാം വാക്യം, അവനിൽ ആശ്രയിപ്പീൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ. അതിൻ്റെ 3-ാമത്തെ വാക്യം, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സോ ഫെയ്ത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ എവിടെയാണ്? ദൈവത്തിലാണ്. ക്രിസ്തു യേശുവിൽ ഉള്ള നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ വിശ്വാസം നല്ലതായിരുന്നു.
ഉത്തമമായിരുന്നു എന്നുള്ള ഒന്നാമത്തെ തെളിവ്, വിശ്വാസം എവിടെ ഉറപ്പിക്കണമോ അവിടെയായിരുന്നു അവരുടെ വിശ്വാസം ഉറപ്പിച്ചത്. സഭയിലുള്ള വിശ്വാസമല്ല, നേതാക്കന്മാരിലുള്ള വിശ്വാസമല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. രണ്ടാം വിശ്വാസത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നോക്കിക്കാട്ടെ, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് 4-ാം വാക്യത്തിൽ കേട്ടിട്ട്, അപ്പോൾ മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശ്വാസം അവരുടെ ജീവിതത്തിൽ എവിഡൻ്റ് ആയിരുന്നെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവർ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഇവർക്കുള്ള വിശ്വാസത്തെക്കുറിച്ച് അപ്പസ്തോലനായ പൗലോസ് ദൂരത്തിരിക്കുമ്പോൾ ആരിൽ കൂടെയോ കേട്ടു. സോ their faith was not secret, ഹിഡൻ അല്ലായിരുന്നു, വെരി എവിഡൻറ്റ്. അപ്പോൾ ജീവിതത്തിൽ പുറത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ ബാഹ്യമായി മറ്റുള്ളവർ കാണത്തക്കവണ്ണം പ്രകടമാകുന്ന വിശ്വാസം, അതാണ് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ വിശ്വാസത്തിന് പ്രവൃത്തിയില്ലെങ്കിൽ അത് നിർജീവമാകുന്നു. ഈ വിശ്വാസികളുടെ വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ദൂരത്തിരുന്ന് കേട്ടു. ഇറ്റ് വാസ് വെരി എവിഡൻറ്റ്. സോ ദേ വർ നോട്ട് സീക്രട്ട് ക്രിസ്ത്യൻസ്, രഹസ്യ ക്രിസ്ത്യാനികളല്ലായിരുന്നു. കൊലോസിൽ താമസിക്കുന്ന ആളുകൾ അപ്പസ്തോലൻ റോമിലിരിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കത്തക്കവണ്ണം അവരുടെ വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടായിരുന്നു. 2, അവരുടെ സ്നേഹം. വിശുദ്ധന്മാർക്ക് സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹം. ഈ സ്നേഹമുണ്ടെന്ന് മാത്രമല്ല, സകല വിശുദ്ധന്മാരോടും, വേർതിരിപ്പൊന്നുമില്ല, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. ലവ് ഫോർ ഓൾ ദെയർ സെയിൻസ്, ഓൾ ദ സെയിൻസ്. ഇനി എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം 8-ാമത്തെ വാക്യത്തിൽ, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും, അടുത്ത വാചകം ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവൻ. ആ സ്നേഹം എങ്ങനെ വന്നതെന്ന് പറഞ്ഞു? ആത്മാവിനാലുള്ള സ്നേഹം. അതിന് ഞാൻ ഇപ്രകാരം ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ, സിൻസിയർ ലവ്. ഈ ആത്മാവിനാലുള്ള സ്നേഹം സിൻസിയർ ആണല്ലോ. സോ ലവ് ദാറ്റ് വാസ് എവിഡൻറ്റ് ആൻഡ് ഓൾസോ ദ ലവ് വാസ് സോ സിൻസിയർ. ആത്മാവിനാലുള്ള സ്നേഹം. അപ്പോൾ ഈ കൂട്ടർക്കുള്ള 2 അനുഗ്രഹങ്ങളാണ്, 2 പ്രത്യേക സ്വഭാവം. അവരുടെ വിശ്വാസം, 2 അവരുടെ സ്നേഹം, 3. ഇങ്ങനെയാണ് 3-ാം വാക്യത്തിൽ, 1 കൊലോസ്യർ 1:3, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അപ്പോൾ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ, ഹോപ്പ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഹെവൻ. അപ്പോൾ അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു. അപ്പോൾ ഈ സഭയ്ക്ക് വേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്: വിശ്വാസം, സ്നേഹം, പ്രത്യാശ. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാതൃകാ സഭയായിട്ടാണ് 1-ാമത്തെ അധ്യായം തെസ്സലോനിക്ക സഭയെക്കുറിച്ച് അപ്പസ്തലൻ പറയുന്നത്. അവിടെ പറഞ്ഞു, വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹത്തിൻ്റെ പ്രയത്നവും പ്രത്യാശയുടെ സ്ഥിരതയും ഉള്ള ദൈവസഭയായിട്ടാണ് 1-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യത്തിൽ കാണുന്നത്. ദേ വർ മോഡൽ ചർച്ച്. അപ്പോൾ ഒരു സഭയ്ക്കുണ്ടായിരിക്കുന്ന, വിശ്വാസ സമൂഹത്തിനുണ്ടായിരിക്കേണ്ട 3 കാര്യം: പ്രകടമായ വിശ്വാസം, മറ്റുള്ളവർക്ക് ലഭ്യമാകുന്ന സ്നേഹം, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അതെന്താ ഈ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ? 1-2 കാര്യങ്ങൾ പറയട്ടെ. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന, നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രത്യാശയിൽ ഒന്ന്, ഇറ്റ്സ് അവർ ഇറ്റേണൽ ഹോം. അവിടെയാണ് നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ളൊരു ഉറപ്പ്. പാട്ടിലിങ്ങനെ പാടുമായിരുന്നു, പാട്ടുകാരൻ പാടിയിട്ടുണ്ട്, നിത്യ വീട് ഒന്നുണ്ടത് ശോഭസുന്ദരം. ദാറ്റ് ഈസ് ആൻ ഇറ്റേണൽ ഹോം.
അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഒരു വാസസ്ഥലമുണ്ട്. അവിടെ നമ്മൾ താമസിക്കാൻ വി ഹാവ് എൻ ഇറ്റേണിറ്റി. ദൈവം ഉറപ്പ് തന്നിരിക്കുന്ന ഒരു ഇറ്റേണൽ ലൈഫുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ യോഹന്നാൻ 14:2 അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒന്നാമത്തെ പ്രത്യാശ. 2, ഹോപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഒരവകാശമുണ്ടെന്നുള്ള ഒരു പ്രത്യാശ. പത്രോസിൻ്റെ 1-ാം ലേഖനം 1:5 ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആ അവകാശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന പദം നോക്കിയോ, ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല. അപ്പോൾ നിശ്ചയമായും അത് ഭൗമികമേ അല്ല. ഭൗമികമായിട്ടുള്ളതിനെ അത് വിശേഷണ പദമായിട്ട് ഉപയോഗിക്കാനൊക്കത്തില്ല. ക്ഷയവും മാലിന്യവും വാട്ടവും ഉണ്ട്. അപ്പോൾ അത് സ്വർഗീയമായതാണ്. ദൈവമക്കൾക്ക് വെച്ചിരിക്കുന്ന വലിയൊരു ഇൻഹെറിറ്റൻസ്. വാസ്തവത്തിൽ ആദിമപാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അവകാശം ഇപ്പോൾ നമുക്ക് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നൗ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഫോർ യു, നോട്ട് ഓൺലി എ ഹോം, ഒരു വീട് മാത്രമല്ല, ഒരു നിത്യത മാത്രമല്ല, ഒരു അവകാശം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഇനിയും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. ഇത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ. സ്വർഗത്തിൽ നമുക്ക് വെച്ചിരിക്കുന്നൊരു പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുള്ളത്. അതായത് രക്ഷ പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പ്. അതൊരു പ്രത്യാശയാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി ഒരു ദിവസം രക്ഷിക്കപ്പെടും. പാപത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വിടുവിക്കപ്പെടും. എന്നെ അതിലേക്ക് കൊണ്ടുപോകുന്നൊരു കർത്താവുണ്ട്. സ്വന്തം ഭവനത്തിൽ എത്തിക്കുന്നൊരു യേശുവുണ്ട്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. എന്നാൽ ഈ ലോകത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ അങ്ങ് പോകുമെന്നുള്ള പ്രത്യാശ മാത്രമല്ല, അന്ന് പൂർത്തീകരിക്കുമെന്ന് മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ വീഴ്ചകൾ വന്നാലോ, പരാജയം വന്നാലോ, സ്വർഗത്തിലൊരു പ്രത്യാശയുണ്ട്. അവിടെ ഒരു മധ്യസ്ഥനുണ്ടെന്നുള്ളൊരു പ്രത്യാശ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് എവിടാന്ന് പറഞ്ഞിട്ടുണ്ട്? പിതാവിൻ്റെ അടുക്കൽ. വേറെ രീതിയിൽ പറഞ്ഞാൽ സ്വർഗത്തിലുണ്ടെന്ന്. So a believer, when he fails, he has hope stored in heaven. നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു കാര്യസ്ഥൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഉണ്ട്. പ്രത്യാശയുള്ളവരാ ദൈവമക്കളില്ലയോ? പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞ് ഇത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? സെക്യൂറാണ് അതിൻ്റെ അർത്ഥം, ഉറപ്പാണ്. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന നിത്യതയെക്കുറിച്ചുള്ളൊരു പ്രത്യാശ, അവകാശത്തെക്കുറിച്ചുള്ളൊരു പ്രത്യാശ, രക്ഷ പൂർത്തീകരിക്കുവാൻ അവൻ മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ. ഈ ലോക ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാൽ സ്വർഗത്തിൽ എനിക്ക് ഒരു കാര്യസ്ഥനുണ്ടെന്നുള്ള പ്രത്യാശ. എന്തൊരു പ്രിവിലേജ് അല്ലേ? അതുകൊണ്ടാണ് പാടുന്നത്, പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതി ഉണ്ടോ? ഇനി നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഈ 3 കാര്യം ഉണ്ടാകാൻ ഉള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3-ാം വാക്യം, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുണ്ടാകാൻ കാരണം സുവിശേഷത്തിൻ്റെ സത്യവചനം. അപ്പോൾ ഈ പ്രത്യാശ ഉള്ളിൽ ജനിക്കാൻ കാരണം സുവിശേഷത്തിൻ്റെ സത്യവചനം കേൾക്കാനിടയായ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എത്തും പിടിയില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. എത്രയോ ആളുകളുണ്ട്. ഇതാണല്ലോ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൻ്റെ രഹസ്യം. ഇങ്ങനൊരു വലിയ ഭാഗ്യമുണ്ടെന്ന് പറയണ്ടായോ? നിത്യമായിട്ടൊരു ഭവനമുണ്ടെന്നും
നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു ലഭിക്കുന്ന ഒരു സമയമുണ്ടെന്നും നിത്യഭവനത്തിൽ ചേർക്കാൻ കർത്താവ് വരുമെന്നും ജീവിതത്തിൽ വീഴ്ചകൾ വന്നാൽ യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ള പ്രത്യാശയുടെ ദൂത് നാം ദൈവത്തിൻ്റെ വചനത്താൽ സുവിശേഷം കേട്ട് അനുഭവിച്ചതുപോലെ ആ സുവിശേഷം ഇനിയും കേൾക്കേണ്ടവർ ധാരാളമുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന 6-ാം വാക്യം നോക്കിക്കാട്ടെ. ആ സുവിശേഷം ഏതാ? സത്യവചനമാകുന്ന സുവിശേഷം, വിശ്വാസം ഉളവാക്കുന്ന സുവിശേഷം, സ്നേഹം ഉളവാക്കുന്ന സുവിശേഷം, പ്രത്യാശ ഉളവാക്കുന്ന സുവിശേഷം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലുമെത്തി എന്ന് പറയാൻ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കേൾക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ ഇടയിൽ ഈ ഫലം വന്നില്ലയോ? എന്താ ഫലം? വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വന്നില്ലയോ? നിങ്ങളുടെ ഇടയിലുണ്ടോ ഫലം പോലെ കേൾക്കുന്നിടത്തൊക്കെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വരുന്നു. എത്ര മനോഹരം! എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായത് നിമിത്തം, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം, ഫ്രൂട്ട്സ്. ഇപ്പോൾ അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾക്ക് വിശ്വാസവും പ്രത്യാശയും സ്നേഹമുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇടയിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ഫ്രൂട്ട്സ്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായതുപോലെ ഇത് കേൾക്കുന്നിടത്തെല്ലാം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പക്ഷെ അതുപോലെ ഇവിടെയും നിങ്ങളുടെ ഇടയിലും ഫലമുണ്ട്. സോ അവരുടെ ജീവിതത്തിൽ 4ാമതുണ്ടായ അനുഭവമാണ് അവരുടെ ഇടയിൽ ഫലം കായ്ക്കുന്നു, ഫ്രൂട്ട്ഫുൾനെസ്. ഇതിന് 2 ഭാഗമുണ്ട് കേട്ടോ. ഒന്ന്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം. ദൈവവചനം കേൾക്കുന്തോറും സത്യവചനം കേൾക്കുന്തോറും സത്യവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും തോറും കേട്ട് അറിഞ്ഞ നാൾ മുതൽ, വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യവചനം കേട്ട് അറിഞ്ഞ നാൾ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ട നാൾ മുതൽ ഫലം കായ്ക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം കേൾക്കണം, ദൈവവചനത്തിൽ സന്തോഷിക്കണം. ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഫ്രൂട്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉളവാകും. അതുമാത്രമല്ല, ഈ വചനം, സത്യവചനം നമ്മുടെ നാവിൽ കൂടെ വിശ്വാസത്തിന് ഒരു പ്രകടനമുണ്ടെന്ന് കേട്ടല്ലേ? പ്രവൃത്തി മാത്രമല്ല, വിശ്വാസത്തിനൊരു ഏറ്റുപറച്ചിലൂടുണ്ട്. അപ്പോൾ നമ്മൾ കേട്ടറിഞ്ഞ ഈ സുവിശേഷം നമ്മളോട് പറയും. അപ്പോൾ നമ്മുടെ ഇടയിൽ ആത്മാക്കളാകുന്ന ഫലം കൂടെ ഉണ്ടാകും. ആത്മാവിൻ്റെ ഫലം മാത്രമല്ല, വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മാക്കളാകുന്ന ഫലം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഫ്രൂട്ട്ഫുൾ ഇൻ ബ്രിങ്ങിങ് അതേഴ്സ് ടു ദ ലോഡ്. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം. ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത ഇതായിരുന്നു. സ്നേഹവും വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ് ജീവിച്ച ദൈവത്തിൻ്റെ മക്കൾ ദിനം പ്രതി വിശ്വാസികൾ പെരുകിക്കൊണ്ടിരുന്നു. ശിഷ്യന്മാർ അക്കാലത്ത് പെരുകി വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 6:1, അപ്പോസ്തലപ്രവൃത്തി 2:47, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. മേക്സ് അവർ ലൈഫ് ഫ്രൂട്ട്ഫുൾ. ഈ 3 ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ഫലമില്ലാതെ വരത്തില്ല. നമ്മുടെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല, നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. വാട്ട് വി ഡു, വാട്ട് വി ആർ ആൻഡ് വാട്ട് വി സേ വിൽ ബ്രിങ് അതേഴ്സ് ടു ദ ലോഡ്. ഈ സത്യവചനം കേട്ടറിഞ്ഞ നാൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർക്ക് രൂപാന്തരം ഉണ്ടാകും, ഫലമുണ്ടാകും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. മുഖവരിയായ അപ്പോസ്തലൻ ആ സഭയെ വിശേഷിപ്പിച്ച, സഭയുടെ നല്ല ക്വാളിറ്റീസ് ഏറ്റുപറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത ഭാഗമാണ് നാം ചിന്തിച്ചത്. അപ്പോസ്തലനെ പോലെ ദൈവഹിതത്തിൽ ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് അനുദിനം വാട്ട് ഐ ആം, വേർ ഐ ആം, വാട്ട് ഐ ഡു ഈസ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്.
അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ടാകും. മറ്റുള്ളവരെ ഉയർത്തുന്ന തിമോത്തിയോസിനെ എപ്പപ്രാദിത്തോസിനെ ഉയർത്തുന്നൊരു മനോഭാവം. ദൈവസഭയിലേക്ക് നോക്കുമ്പോൾ അവരുടെ വിശ്വാസവും അവരുടെ സ്നേഹവും പ്രത്യാശയും കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവരുടെ ഇടയിൽ ഫലമുണ്ടാകുന്നത് പോലെ നമ്മുടെ ഇടയിലും ഫലമുണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.